Bosco Campus Vision. This is the 30th lecture of digital marketing. Topic e-wallet. What is e-wallet? E-wallet is a type of prepaid account which is used for transactions made online through a computer or a smartphone. An e-wallet needs to be linked with the individual's bank account to make e-payments. ഓൺലൈൻ ട്രാൻസാക്ഷൻസ് കമ്പ്യൂട്ടർ വഴിയോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വഴിയോ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രീപെയ്ഡ് അക്കൗണ്ട്, ഒരു ടൈപ്പ് ഓഫ് പ്രീപെയ്ഡ് അക്കൗണ്ടാണ് എന്തെന്ന് പറയുന്നത്, ഇ വാലറ്റ് എന്ന് പറയുന്നത്. ഇ വാലറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രീപെയ്ഡ് അക്കൗണ്ട് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസാക്ഷൻസ് മെയ്ഡ് ഓൺലൈൻ ത്രൂ എ കമ്പ്യൂട്ടർ ഓർ എ സ്മാർട്ട് ഫോൺ. An e-wallet is protected with a password. An e-wallet is also known as digital wallet or electronic wallet. E-walletനെ പറയുന്ന മറ്റൊരു പേരുകളാണ് ഡിജിറ്റൽ വാലറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാലറ്റ് എന്നാണ് പറയുന്നത്. With the help of e-wallet, one can make payments for groceries, online purchases and flight tickets among others. അതായത് ഇ വാലറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് പേയ്മെൻറ്റ്സുകൾ നടത്താം. എന്തിനൊക്കെ? നമുക്ക് എന്തെങ്കിലും ഷോപ്പിൽ നിന്നുള്ള സാധനങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുമ്പോഴോ അതുപോലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എന്ത് നടത്തണമെങ്കിലും നമുക്ക് ഇ വാലറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് പറഞ്ഞേക്കുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇ വാലറ്റ് വൺ ക്യാൻ മേക്ക് പേയ്മെൻറ്റ്സ് ഫോർ ഗ്രോസറീസ്, ഓൺലൈൻ പർച്ചേസസ് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എമോങ് അതേഴ്സ്. E-wallet is also known as digital wallet or electronic wallet. അപ്പോൾ വാട്ട് ഈസ് ആൻ e-wallet എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? e-wallet is a type of prepaid account which is used for transactions made online through a computer or a smartphone. Then going to what are the types of e-wallet. First one, Paytm, Google Pay, Amazon Pay, Uno by SBI, Phone Pay, City Master Pass, MobiKwik, ICICI പോക്കറ്റ്സ്. മിക്കവാറും ഉള്ളത് ഗൂഗിൾ പേ ആയാലും പേടിഎം ആയാലും മിക്കവാറും നമ്മൾ ഫോൺ പേ ഒക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറേ പേയ്മെൻറ്റ് മെത്തേഡ്സ് ആണ്. അപ്പം ടൈപ്സ് ഓഫ് ഇ വാലറ്റ് ചോദിച്ചാൽ എന്താണ്? പേടിഎം, ഗൂഗിൾ പേ, ആമസോൺ പേ, യൂനോ ബൈ SBI, ഫോൺ പേ, സിറ്റി മാസ്റ്റർ പാസ്, മൊബിക്വിക്ക്, ICICI പോക്കറ്റ്സ്. ഫസ്റ്റ് വൺ, പേടിഎം. It is one of the largest mobile commerce platform in India, offering its customers a digital wallet to store money and make quick payments. It was launched in 2010. മൊബൈൽ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ മൊബൈൽ വഴി, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മൊബൈൽ ഡിവൈസ് വി ക്യാൻ സേ ദാറ്റ് മൊബൈൽ കൊമേഴ്സ്. അതായത് പേയ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ മൊബൈൽ വഴിയാണ് നടത്തുന്നതെങ്കിൽ നമുക്കതിനെ മൊബൈൽ കൊമേഴ്സ് എന്ന് പറയാം. ഈ കൊമേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെയാണ് മൊബൈൽ കൊമേഴ്സും. അപ്പം പേടിഎം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ ഓഫർ ചെയ്യുന്ന ലാർജസ്റ്റ് ഒരു മൊബൈൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത്, പേടിഎം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കസ്റ്റമേഴ്സ് എ ഡിജിറ്റൽ വാലറ്റ് ടു സ്റ്റോർ മണി ആൻഡ് മേക്ക് ക്വിക്ക് പേയ്മെൻറ്റ്സ്. അതായത് പേയ്മെൻറ്റ്സ് ഒക്കെ ക്വിക്കായിട്ട് വേണ്ടിയിട്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ TV റീചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ലൊക്കെ നമുക്ക് പേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പേടിഎം എന്നുള്ള വാലറ്റ്. ഇത് 2010 കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഗൂഗിൾ പേ. With Google Pay, you can send money to friends, pay bills online and recharge your phone. അതായത് ഗൂഗിൾ പേയിലൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് മണി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽസ് ഉള്ളെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ, അതായത് ഇലക്ട്രിസിറ്റി ബില്ലോ വാട്ടർ ബില്ലോ എന്തുമായിക്കോട്ടെ, ഏത് ബിൽസ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ ഫോൺ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നത്. മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാം ഇപ്പം യൂസ് ചെയ്യുന്നത് എന്താണ്? ഗൂഗിൾ പേ വഴിയാണ് മണി ട്രാൻസ്ഫർ ചെയ്തൊക്കെ നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ആമസോൺ പേ. ഇറ്റ് ഈസ് ആൻ ഓൺലൈൻ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് സർവീസ് ദാറ്റ് ഈസ് ഓൺഡ് ബൈ ആമസോൺ, ലോഞ്ച്ഡ് ഇൻ 2007 ഗ്ലോബലി ആൻഡ് ഇൻ ഇന്ത്യ ഇൻ 2017. അതായത് ഈ പേടിഎം ഗൂഗിൾ പേ പോലെ തന്നെയാണ് ആമസോൺ പേ എന്ന് പറഞ്ഞ ഈ വാലറ്റ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇറ്റ് ഈസ് ആൻ ഓൺലൈൻ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് സർവീസ്. അതായത് ഇതും ഓൺലൈനായിട്ട് പേയ്മെൻറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആമസോൺ പേയും യൂസ് ചെയ്യുന്നത്. അത് ലോഞ്ച് ചെയ്തതെന്ന് പറയുന്നത് 2007 പോലും ഇന്ത്യയിൽ വന്നത് 2017.
ആമസോൺ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ആമസോൺ പേ എന്ന് പറഞ്ഞ ഇ വാലറ്റ്. അപ്പോൾ ഫസ്റ്റ് വൺ Paytm, then Google Pay and Amazon Pay. Next one is YONO by SBI. This mobile wallet application was launched by SBI to let users transfer money to other users and bank accounts, pay bills, recharge, book of movies, hotels, shopping as well as travel. അതായത് യുനോ ബൈ എസ് ബി ഐ കൊണ്ടുവന്നതെന്ന് പറയുന്നത് എന്താണ്? എസ് ബി ഐ ആണ്. ഇതൊരു മൊബൈൽ വാലറ്റ് ആപ്ലിക്കേഷനാണ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മറ്റുള്ളവർക്ക്, അതായത് വേറെ യൂസേഴ്സിന്, എസ് ബി ഐയിലുള്ള യൂസേഴ്സിനോ അല്ലെങ്കിൽ വേറെ ബാങ്കിലുള്ള യൂസേഴ്സിനായിക്കോട്ടെ, നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ബിൽസ് പേ ചെയ്യാനും അല്ലെങ്കിൽ റീചാർജ് ചെയ്യാനും മൂവി ഷോസൊക്കെ നമുക്ക് പോകുമ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹോട്ടൽസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ എന്തുമായിക്കൊള്ളട്ടെ എല്ലാ സർവീസസും എന്ത് ചെയ്യുന്നു? യുനോ ബൈ എസ് ബി ഐ എന്നുള്ള ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു മൊബൈൽ വാലറ്റ് ആപ്ലിക്കേഷനാണ്. ദിസ് മൊബൈൽ വാലറ്റ് ആപ്ലിക്കേഷൻ വാസ് ലോഞ്ച്ഡ് ബൈ എസ് ബി ഐ. നെക്സ്റ്റ് വൺ ഈസ് ഫോൺപേ. നൗ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫ്ലിപ്കാർട്ട്. ഫോൺപേ started in 2015 and in just 4 years it has been able to cross the 100 million download mark. From UPI payments to recharges, money transfers to online bill payments, you can do it all on PhonePe. It's got a very good user interface and is one of the safest and fastest online payments experiences in India. അതായത് ഫോൺപേ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷമേ ആയുള്ളൂ. ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മണി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓൺലൈൻ ബിൽ പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും ഒക്കെ ആയിരുന്നു നമ്മൾ ഫോൺ പേ യൂസ് ചെയ്യുന്നത്. അതായത് ഗൂഗിൾ പേ പോലെ തന്നെ. എന്നാൽ ഇറ്റ് ഈസ് എ വെരി ഗുഡ് യൂസർ ഇൻ്റർഫേസ് ആൻഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സേഫസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് എക്സ്പീരിയൻസസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ വളരെ ഫാസ്റ്റായിട്ടും സേഫായിട്ടും നമുക്ക് പേയ്മെൻറ്റുകൾ നടത്താനും മണി ട്രാൻസ്ഫർ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു ഈ വാലറ്റ് ടൈപ്പാണ് എന്തെന്ന് പറയുന്നത്? ഫോൺ പേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു പാർട്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് സിറ്റി മാസ്റ്റർ പാസ്. Citi Bank India and MasterCard recently launched Citi Master Pass, India's first global digital wallet for faster and secure online shopping. അതായത് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇ വാലറ്റാണ്, ഒരു എന്താണ് ടൈപ്പ് ഓഫ് ഇ വാലറ്റാണ് സിറ്റി മാസ്റ്റർ പാസ് എന്ന് പറയുന്നത്. എന്താണ്? സിറ്റി ബാങ്ക് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സിറ്റി മാസ്റ്റർ പാസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു ഡിജിറ്റൽ വാലറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ് ആൻഡ് സെക്യൂർ ഫോർ ഓൺലൈൻ ഷോപ്പിംഗ്. നെക്സ്റ്റ് വൺ ഈസ് മൊബിക്വിക്ക്. മൊബിക്വിക്ക് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് മൊബൈൽ പേയ്മെൻറ്റ് നെറ്റ്വർക്ക് ദാറ്റ് സപ്പോസിഡ്ലി കണക്ട്സ് 24 million users with 50,000 retailers and more. This mobile wallet let its users add money using debit, credit card, net banking and even doorstep cash collection service, which can in turn to be used to recharge, pay utility bills and shop at marketplace. മൊബിക്വിക്ക് എന്ന് പറയുന്നത് ഒരു മൊബൈൽ പേയ്മെൻറ്റ് നെറ്റ്വർക്ക് ആണ്. ഓൾസോ ദിസ് മൊബൈൽ വാലറ്റ് ലെറ്റ്സ് ഇറ്റ് യൂസേഴ്സ് ടു ആഡ് മണി യൂസിങ് ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് ഓർ നെറ്റ് ബാങ്കിങ് ആൻഡ് ഓൾസോ പേ യൂട്ടിലിറ്റി ബിൽസ് ആൻഡ് ഷോപ്പ് അറ്റ് എനി മാർക്കറ്റ് പ്ലേസസ്. നെക്സ്റ്റ് വൺ ഈസ് ICICI Pockets. Pockets by ICICI is a digital bank that offers a mobile wallet for its customers. It provides the convenience of using any bank account in India to fund your mobile wallet and pay for transactions. With Pockets, one can transfer money, recharge, book tickets, send gifts, and split expenses with friends. This wallet uses a virtual Visa card that enables its users to transact on any website or mobile application in India and provides exclusive deals or packages from associated brands. അതായത് മറ്റുള്ള ആപ്ലിക്കേഷൻസ് പോലെ തന്നെ ഈ വാലറ്റ് പോലെ തന്നെ എന്താണ് ഈ ICICI ബാങ്ക് ഒരു വിസ കാർഡ് അവരുടെ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയും അതുവഴി എന്താണ് മറ്റുള്ളവർക്ക് മണി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും റീചാർജ് ചെയ്യാനും അതുപോലെ തന്നെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനും എക്സ്പെൻസസ് സ്പ്ലിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇ വാലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ഇ വാലറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ Paytm, ഗൂഗിൾ പേ, ആമസോൺ പേ, യുനോ ബൈ SBI,
Pay, City Master Pass, MobiQuick, ICICI Pockets. Today's assignment question is, what is e-wallet and what are the different types of e-wallet? What is e-wallet and what are the different types of e-wallet?